മലയാളത്തിലെ എക്കാലത്തെയും വലിയ ക്ലാസിക് സിനിമകൾ ഏതാണെന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഒരു സംശയം കൂടാതെ ആദ്യം തന്നെ പറയുന്ന മൂവിയാണല്ലോ മമ്മൂക്ക, ഹരിഹരൻ, MT വാസുദേവൻ നായർ കൂട്ടുകെട്ടിലെത്തിയ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ചിത്രം. ഇന്നലെ ചിത്രത്തിന്റെ 4K വേർഷൻ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ദിവസം ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പലരും സോഷ്യൽ മീഡിയയിലൂടെ ട്രോളുന്നുണ്ട്, ഒരു GB പോലും സിനിമ കാണാൻ തിയേറ്ററിൽ എത്തുന്നില്ല എന്ന്. ഈ ഒരു സ്ക്രീൻഷോട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമാവും എത്രത്തോളം ആളുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ തന്നെ ഈ ഒരു സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഈ ഷോ കൊച്ചിയിലെ ഫോറം മാളിലാണ്. 6:35 ഷോ നടക്കുന്നത്. ഏകദേശം ബുക്ക് മൈ ഷോ ആപ്പിലൂടെ തന്നെ ചിത്രത്തിന്റെ 60% ടിക്കറ്റ്സുകളും സോൾഡ് ഔട്ട് ആയിരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു സ്ക്രീൻഷോട്ട് കാണാം. ഈ ഷോ കൊച്ചിയിലെ തന്നെ സിനി പോളീസ് സെന്റർ സ്ക്വയർ മാളിലാണ്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 60% ടിക്കറ്റ്സുകളും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ തന്നെ സോൾഡ് ഔട്ട് ആയിരിക്കുന്നു. 7:35 ഈ ഒരു ഷോ നടക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവിടെയും ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. ഈ ഒരു സ്ക്രീൻഷോട്ട് കൊച്ചിയിലെ തന്നെ ഒബ്രോൺ മാളിലെ PVR സ്ക്രീനിലാണ്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 60% ടിക്കറ്റ്സുകളും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ തന്നെ സോൾഡ് ഔട്ട് ആയിരിക്കുന്നു. 9:45 ഈ ഒരു ഷോ ആരംഭിക്കുന്നത്. ഇനിയും ഷോ തുടങ്ങാൻ ഏകദേശം 4 മണിക്കൂറിൻ്റെ അടുത്ത് സമയമുണ്ട്. അപ്പോൾ ഇനിയും ടിക്കറ്റ്സുകൾ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ സോൾഡ് ഔട്ട് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച നല്ല രീതിയിൽ തന്നെയാണ് കൊച്ചിയിൽ മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ചിത്രം മുന്നോട്ട് പോകുന്നത്. രാത്രിയിൽ മാത്രം 10-ൽ കൂടുതൽ ഷോകളാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റേത് ഇന്ന് രണ്ടാമത്തെ ദിവസം കൊച്ചിയിൽ പ്രദർശിപ്പിക്കുന്നത്. MT വാസുദേവൻ നായരുടെ മികച്ച തിരക്കഥയും ഹരിഹരൻ്റെ മികച്ച ഡയറക്ഷനും മമ്മൂക്കയുടെയും സുരേഷ് ഗോപിയുടെയും ക്യാപ്റ്റൻ രാജുവിൻ്റെയും ബാലകെ നായരുടെയും അതുപോലെ മാധവി, ഗീത എന്നിവരുടെയൊക്കെ തകർപ്പൻ പ്രകടനങ്ങളാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ല ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമയുടെ ശബ്ദവും അതോടൊപ്പം തന്നെ ഓഡിയോ എല്ലാം നല്ല ക്വാളിറ്റിയിൽ കണ്ട് ഒന്നും കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കും.